നമ്മൾ കുട്ടികളായിട്ട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ചോദിക്കും എന്താണ് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്, എന്താണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്ന കാര്യങ്ങൾ, ഒരു ചലഞ്ച് വന്നാൽ നിങ്ങൾ എങ്ങനെ ഫേസ് ചെയ്യും, ഇത്തരത്തിലുള്ള ഡിസ്കഷൻസ് ഒക്കെ നടത്തുമ്പോൾ കുട്ടികൾ ഒരു പ്രയാസത്തിൽ നമ്മളോട് പറയുന്ന കാര്യമാണ് കമ്പാരിസൺ. കുട്ടികൾ എന്ത് ചെയ്യുന്നു, പാരൻസ് അവരെ കമ്പയർ ചെയ്യുന്നത് അവർക്ക് വളരെയധികം പ്രയാസകരമായിട്ട് തോന്നുന്നുണ്ട് എന്നുള്ള കാര്യം. എന്നാലാണെങ്കിലോ ഈ കമ്പാരിസൺ ഒഴിവാക്കിയിട്ട് കുട്ടികൾ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് പലപ്പോഴും പാരൻസിന് എന്താണ് വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നുകയും ചെയ്യുന്നുണ്ട്. എത്ര മിടുക്കരായ കുട്ടികളാണെങ്കിലും അവരുടെ മിടുക്കിനെ ഉടച്ചു കളഞ്ഞ് അവരെ മാനസികമായിട്ട് സമ്മർദ്ദത്തിലാക്കുന്ന ഒരു പ്രക്രിയയെ കുറിച്ചിട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. സംഗതി കമ്പാരിസൺ ആണ്. നിന്നെയൊക്കെ പഠിപ്പിച്ചിട്ട് എന്താ കാര്യം, ആ ഇന്നാളിന്നാളുടെ മോനെ നോക്ക്, അവന് ഇത്ര സൗകര്യങ്ങളുണ്ടോ, അവൻ പഠിക്കുന്ന കണ്ടില്ലേ, നിനക്കെന്താ അവനെ പോലെ ആയാല്. പാരൻസ് വളരെയധികം കുട്ടികൾക്ക് മോട്ടിവേറ്റഡ് ആവും, അല്ലെങ്കിൽ കുട്ടി ഇവൻ എങ്ങനെയും ഒന്ന് പഠിക്കട്ടെ എന്ന് കരുതിയിട്ട് പറയുന്ന വാചകങ്ങളാണിത്. സ്വാഭാവികമായിട്ട് ഇങ്ങനെ പറയുമ്പോൾ കുട്ടി ഒന്ന് വിഷമിക്കും, ഞാൻ പോരല്ലോ, ഞാൻ എന്തോ ഒരു പ്രശ്നക്കാരനാണല്ലോ എന്നുള്ള ഒരു ചിന്തയിൽ കുട്ടി ഒന്ന് ഡള്ളാവുമ്പോൾ പാരൻസ് വിചാരിക്കും ഇത് മനസ്സിലാക്കിയിട്ടെങ്കിലും ഇവനിന് എന്ത് ചെയ്തോളും, പഠിച്ചോളും എന്നുള്ളത്. പക്ഷേ നമ്മളുടെ ഈ ഒരു ചെറിയ വാചകം കൊണ്ട് കുട്ടിയിൽ ഉണ്ടാകാൻ പോകുന്ന ചിന്തകളും വിശ്വാസങ്ങളും മറ്റു പലതാണ്. അത് വളരെയധികം ഡേഞ്ചറാണ്. നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന ചെറിയൊരു ഏരിയയിൽ മാത്രം അവരെ എഫക്റ്റ് ചെയ്യുന്നതല്ല. എന്തൊക്കെയായിരിക്കും ഒരു കുട്ടി ഈ ഇത്തരത്തിലുള്ള ഒരു വാക്ക് കേട്ട് അവർ വിഷമിച്ചു കഴിഞ്ഞാൽ അവരുടെ ഉള്ളിലുണ്ടാകുന്ന ചിന്തകളും, ആ ചിന്ത മെല്ലെ മെല്ലെ അവരുടെ ഒരു ബിലീഫായി, അവരുടെ ഒരു വിശ്വാസമായി മാറുകയും ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, നമുക്കൊന്ന് നോക്കി നോക്കാം. എനിക്കൊരു വിലയുമില്ല, ഐ ആം നോട്ട് വർത്തി അറ്റ് ഓൾ എന്നുള്ള കാര്യമാണ് ഇവരിലൂടെ ഈ ഒരു വാചകങ്ങളിലൂടെ നമ്മൾ അറിയാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അത് മാത്രമല്ല, എൻ്റെ അച്ഛനമ്മമാർക്ക് എന്നെ ഇഷ്ടമല്ല, എന്നെക്കാട്ടി ഇഷ്ടം എൻ്റെ അനിയനെയാണ്, അല്ലെങ്കിൽ എന്നെക്കാട്ടി ഇഷ്ടം എൻ്റെ ജ്യേഷ്ഠനാണ്, കാരണം അവന് ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് ഉണ്ട്, എനിക്കതൊന്നും പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് അവരെന്നെ സ്നേഹിക്കുന്നില്ല. ഏത് പാരൻസിനും അറിയാം, അച്ചീവ്മെൻറ്റ്സിൻ്റെ പുറത്തോ മറ്റോ ആയിട്ടല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ കുട്ടികളുടെ സ്നേഹത്തെ നമ്മൾ എന്ത് ചെയ്ത് കൊണ്ടുപോകുന്നത്. ശരിയായൊരു പാരൻ്റ് അങ്ങനെയല്ല. പക്ഷേ കുട്ടികളിലൂടെ നമ്മൾ ഇത്തരത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അറിയാതെ ഇത്തരത്തിലുള്ള ബിലീഫുകളിലേക്ക് ഇവർ മെല്ലെ എത്തിപ്പെടും എന്നുള്ളതാണ്. കമ്പാരിസണിൻ്റെ ചലഞ്ചസ് ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. കമ്പാരിസൺ കാരണം ഉണ്ടാകാൻ പോകുന്ന 4 ക്രൂഷ്യലായിട്ടുള്ള വളരെയധികം ഡെഡ്ലിയസ്റ്റ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, അത് നിങ്ങളെ ചേഞ്ച് ചെയ്യുന്നതാണ്. അതായത് ഈ പറയുന്ന പാരന്റിനെ തൻ്റെ കുട്ടിയോടുള്ള പെർസ്പെക്റ്റീവിന് ഇത് ചേഞ്ച് ചെയ്യാണ്. ഇവനെ കൊള്ളൂല എന്ന് നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് ഒരു പക്ഷെ അവൻ്റെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാനാണെങ്കിൽ അത് നമ്മൾ 4ാമത്തെ വട്ടോ 5ാമത്തെ വട്ടോ ഈ കാര്യം പറയുമ്പോഴത്തേക്കും നമ്മളെ മനസ്സിലും അങ്ങനെ അത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ കുട്ടി ഒരു കുട്ടിന് കൊള്ളൂല എന്നുള്ള രീതിയിൽ ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ടാവും. നമ്മളും അറിയാതെ അതിൽ വിശ്വസിച്ച് പോയിട്ടുണ്ടാകും. രണ്ടാമത്, നമ്മുടെ കുട്ടികൾ നമ്മുടെ ഈ ഒരു ജഡ്ജ്മെന്റ് പാറ്റേണിനെ ഇമിറ്റേറ്റ് ചെയ്യും. അവരും അവരുടെ ജീവിതത്തിൽ എപ്പോഴും മറ്റുള്ളവരുമായി കമ്പയർ ചെയ്തിട്ട് ഒരു ഇൻഫീരിയർ ലെവലിൽ നിൽക്കാനായിരിക്കും പരിശ്രമിക്കുക. ഇനി അതല്ലെങ്കിൽ എപ്പോഴും മറ്റുള്ളവരെ കമ്പയർ ചെയ്തിട്ടുള്ള ഒരു പെർഫോമൻസ് മാത്രമായിരിക്കും അവരിൽ ഉണ്ടാവുക. അസൂയയും അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റ് ശരിയല്ലാത്ത ഫാക്ടേഴ്സ് ആയിരിക്കും ഇവരുടെ ഒരു ഡ്രൈവിംഗ് ഫാക്ടറായിട്ട് മാറുക. അപ്പൊ ഇത്തരത്തിലൊരു മോശം ജഡ്ജ്മെന്റ് പാറ്റേൺസ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കുട്ടികൾക്ക് തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്. മൂന്നാമത്തതോ, സ്വീകാര്യതയ്ക്ക് വേണ്ടി തൻ്റെ സെൽഫിനെ, തൻ്റെ ഒതൻറ്റിക് ആയിട്ടുള്ള സെൽഫിനെ, തൻ്റെ പ്യൂറസ്റ്റ് ആയിട്ടുള്ള ഫോമുകളെ മാസ്ക് ചെയ്യാനും ഫേക്ക് ചെയ്യാനും കുട്ടികൾ തുടങ്ങും. കാരണം എന്താ, ഒതൻറ്റിക് ആയിട്ടുള്ള എൻ്റെ സെൽഫിനെ എന്തില്ല, എക്സ്പ്രസ് ചെയ്യാൻ ഒരു വഴിയില്ല, അതിനാരും സ്വീകരിക്കുന്നില്ല എന്ന് മനസ്സിലാക്കി അവൻ്റെ കഴിവുകളൊക്കെ മാറ്റി നിർത്തി മറ്റൊരു ലോകത്തിന് വേണ്ടി അവൻ സ്വയം ഫേക്ക് ചെയ്യാൻ തുടങ്ങുന്ന ഒരവസ്ഥയിലേക്ക് കുട്ടി മെല്ലെ എത്തിപ്പെടും. ഇത്തരത്തിലുള്ള ഒരു പാരൻസിൻ്റെ എൻവിറോൺമെൻറ്റ് അവൻ എപ്പോഴും ത്രെട്ടായിരിക്കും. കാരണം എന്താ, ശരിയായ എൻ്റെ പ്യൂർ സെൽഫിനെ ഞാൻ എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ഡേഞ്ചറാണ്. മറിച്ച് അതല്ല, മറ്റൊരാളുടെ ക്യാരക്ടറിസ്റ്റിക്സോ മറ്റൊരാളുടെ പേഴ്സണാലിറ്റിയോ ഞാൻ കോപ്പി അടിച്ചിട്ട് നിൽക്കുകയാണെങ്കിലോ ഒരു സേഫ്റ്റി തരുന്നുണ്ട്. അപ്പോൾ ഇവരെപ്പോഴും ഈ ഒരു ഫേക്ക് എലമെൻറ്റിനോട് വളരെയധികം അഡിക്റ്റഡ് ആവും. തന്നെ ഫേക്ക് ചെയ്യാനുള്ള ടെൻഡൻസി ഇവനിൽ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത്തരത്തിലൊരു സേഫ്റ്റി തരാത്ത, ഒരു സേഫർ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഇല്ലാത്ത ഒരു വീടായി, ഒരു എൻവിറോൺമെൻറ്റായി നമ്മളുടെയൊക്കെ വീടുകൾ അറിയാതെ മാറി തുടങ്ങും നമ്മുടെ കുട്ടികൾക്ക് എന്നുള്ളതാണ്. 4ാമത്തെ ഏറ്റവും പ്രയാസകരമായ കാര്യം, കുട്ടികൾ നമ്മളുമായിട്ട് ഡിറ്റാച്ച്ഡ് ആയി പോകും. ഇത്തരത്തിൽ കുട്ടികൾ നമ്മളെപ്പോഴും ഒരു കമ്പാരിസൺ ടൂളോട് കൂടി കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കുട്ടികൾ ഇന്റേണലി നമ്മളോട് എന്ത് ചെയ്യുന്നുണ്ട്, അകന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള ഒരു വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു ഫാക്റ്റ് കൂടി പാരൻസ് മനസ്സിലാക്കണം. പകരം എന്ത് ചെയ്യാൻ പറ്റും? ഒറ്റയടിക്ക് മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഈ കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ. കാരണം ഇതിൽ കുറച്ച് ഇൻഹെറന്റ് ഫാക്ടേഴ്സ് ഉണ്ട്. കാരണം മനുഷ്യരെന്നുള്ള നിലയ്ക്ക് നമ്മൾ കുറേ കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നതും മനസ്സിലാക്കുന്നതും കമ്പാരിസൺ, ഡിഫറൻസ് എന്നതിൻ്റെ ഒക്കെ ബേസിലാണ്. അതുകൊണ്ട് കമ്പാരിസൺ എന്ന് പറയുന്നത് മാറ്റുക എന്നല്ല, അതിൻ്റെ മോഡൊന്നും മാറ്റുക. നമ്മൾ മറ്റുള്ള കുട്ടികളുമായി കമ്പയർ ചെയ്യുന്നതിന് പകരം നമ്മുടെ കുട്ടികളെ അവരുമായി തന്നെ സ്വയം കമ്പയർ ചെയ്യാൻ, അവരുടെ ഒരു ബെറ്റർ സെൽഫുമായി കമ്പയർ ചെയ്യാൻ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതെങ്ങനെയാ പറഞ്ഞു തരാം. ആദ്യമായിട്ട് നിനക്കെന്താ ഇവനെ പോലെ ആയാൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഒഴിവാക്കുക.
രണ്ടാമതായി അവൻ എക്സൽ ചെയ്തിട്ടുള്ള ഏതെങ്കിലുമൊക്കെ ലൈഫിൽ അവർക്ക് എക്സൽ ചെയ്യാൻ കഴിവുണ്ട് നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങളെ അത് അവൻ്റെ പൊട്ടൻഷ്യലായി അവനക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. എന്നിട്ട് ആ പൊട്ടൻഷ്യൽ എത്തിയ നമ്മളുടെ മക്കളെ നമ്മൾ എന്ത് ചെയ്യുക, അവരുടെ ഇപ്പോഴത്തെ ഒരു സെൽഫുമായിട്ട് കമ്പയർ ചെയ്യാൻ മനസ്സിലാക്കി കൊടുക്കുക. നിനക്ക് ഇവിടെ ഒന്നല്ല, ഇനിയും പൊട്ടൻഷ്യലിലേക്ക് എത്താനുണ്ട്. ഇത്തരത്തിലുള്ള ഒരു കമ്പയറിംഗ് ആണ് നമ്മൾ എന്ത് കൊണ്ടുപോകേണ്ടത്. മുന്നൊരു എക്സാമിൽ നന്നായി സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് നിന്റെ പൊട്ടൻഷ്യൽ, അത് നീ ഇപ്പം അച്ചീവ് ചെയ്യുന്നില്ലല്ലോ, അതെന്താ? ഇതൊരു നല്ല കമ്പാരിസൺ ആണ്. ഇത് അവരെന്ത് ചെയ്യും, സ്വയം മിനുക്കിയെടുക്കാനും തൻ്റെ തെറ്റുകളെ അനലൈസ് ചെയ്യാനും തന്നിൽ എന്താ മിസ്റ്റേക്ക് എന്നൊക്കെ മനസ്സിലാക്കി ബെറ്റർ ആവാൻ സഹായിക്കുന്ന കമ്പാരിസൺ ആണ് ഇത്. മറ്റേത് ഒരു അൺഫെയർ കമ്പാരിസൺ ആണെങ്കിൽ ഇതൊരു ഫെയർ കമ്പാരിസൺ ആണ്. അപ്പോൾ നമ്മളെ കുട്ടികൾ എന്ത് ചെയ്യുക, ഇത്തരത്തിലൊരു ഫെയർ കമ്പാരിസൺ ആറ്റിറ്റ്യൂഡിൽ എൻവിറോൺമെന്റിലേക്ക് മെല്ലെ മാറ്റാം. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, എത്രത്തോളം മോശമാണ് അൺഫെയർ കമ്പാരിസൺ. ഇതേ ഒരു ഭാഷയിൽ നമ്മുടെ കുട്ടികളൊക്കെ പാരൻസിനെ തിരിച്ച് അങ്ങോട്ടേക്ക് കമ്പയർ ചെയ്യാൻ തുടങ്ങിയാലോ, അപ്പോൾ അതിൻ്റെ ഒരു വിഷമം നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. ഇന്ന ഒരു കുട്ടിയുടെ പാരന്റ് കണ്ടില്ല, അവർ ഇതൊക്കെ വാങ്ങിച്ചു കൊടുത്തില്ല, നിങ്ങൾക്ക് എന്താ വാങ്ങിച്ചെന്നാലേ എന്നൊക്കെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് എത്രത്തോളം ഹേർട്ടാവുന്നതാണ് പാരൻസിനൊക്കെ. അപ്പോൾ ഇത്തരത്തിൽ തന്നെയാണ് അത് കുട്ടികളെയും ബാധിക്കുക എന്നുള്ള ആ ഒരു റിഫ്ലക്ഷൻ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ കമ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ നോട്ടീസായിട്ട് ആ ഒരു അൺഫെയർ കമ്പാരിസണെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഫെയർ കമ്പാരിസൺ രീതിയിലേക്ക് മെല്ലെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഇതിനുള്ള പോംവഴി. നമ്മുടെ കുട്ടികൾക്കുള്ള ഒരു റൈറ്റ് ആയിട്ടുള്ള എൻവിറോൺമെന്റ് നമ്മൾ വീട്ടിൽ പ്രൊവൈഡ് ചെയ്യുന്നു എന്നോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവർക്ക് വളരാനുള്ള ഒരു അക്കാദമിക്കലായിട്ടുള്ള എൻവിറോൺമെന്റ് കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. അവിടെയാണ് XNY ഫൗണ്ടേഷൻ കോഴ്സുകൾ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ഇവിടുത്തെ പ്രത്യേകത? 6 മുതൽ 10 വരെ പഠിക്കുന്ന കുട്ടികൾക്ക് അവരവരുടെ ഫ്യൂച്ചറിൽ ഫേസ് ചെയ്യേണ്ട ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാമുകളുണ്ട്. ആ എക്സാമുകളിലേക്ക് അവരെ പെർഫോം ചെയ്യാൻ റെഡിയാക്കുന്ന ഫൗണ്ടേഷൻ പ്രോഗ്രാമാണ് XNY പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് ലീഡ് ചെയ്യുന്നത് IIT അതുപോലെ തന്നെ IIM മുതലായിട്ടുള്ള പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ള അവിടുത്തെ അലുമിനീസ് ആണ്. കൂടാതെ 1-on-1 മെന്റർഷിപ്പ് പ്രോഗ്രാം നിങ്ങൾ കുട്ടികളുടെ പെർഫോമൻസ് നോക്കാൻ വേണ്ടിയിട്ടും അവർ പഠിക്കുന്നുണ്ടോ അവർ ട്രാക്കിലാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് 1-on-1 മെന്റർഷിപ്പ് പ്രോഗ്രാംസും അതുപോലെ തന്നെ ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാമുകളിലേക്കുള്ള ഏർലി എക്സ്പോഷറും നിങ്ങളുടെ കുട്ടികൾക്ക് ലഭിക്കും. സോ റൈറ്റ് ആയിട്ടുള്ള എൻവിറോൺമെന്റിന്റെ കൂടെ റൈറ്റ് ആയിട്ടുള്ള റിസോഴ്സസും നിങ്ങളുടെ കുട്ടികൾക്ക് അവൈലബിൾ ആകുമ്പോൾ ദേ വിൽ ഗ്രാബ് എ ബെറ്റർ ഫ്യൂച്ചർ. താങ്ക് യു.